ഉൽപാദനം വർദ്ധിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിപണനം ചെയ്യാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ യുഎസ് സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ട്രംപ് 125% തീരുവ ഏർപ്പെടുത്തിയാലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽക്കുന്നത് നിർത്തില്ല. അമേരിക്ക തീരുവ ചുമത്തുന്നതിന് പകരം ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ചൈനീസ് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം ഉൽപാദനം ലളിതമാക്കുക എന്നതായിരുന്നു. ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളുടെ മതിയായ ശേഖരം ഉണ്ടായിരിക്കുക, ആധുനിക സാങ്കേതികവിദ്യ അതിന്റെ പൂർണ്ണശേഷിയിൽ ഉപയോഗിക്കുക, വൈദഗ്ധ്യമുള്ള ഒരു തൊഴിൽ ശക്തി ഉണ്ടായിരിക്കുക എന്നിവ ഉൽപാദനം എളുപ്പവും വില കുറഞ്ഞതുമാക്കി മാറ്റി. ഇതിനു പുറമെ ചൈനീസ് സർക്കാർ സ്വകാര്യമായി ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിനർത്ഥം കഴിഞ്ഞ 4 വർഷത്തിനിടെ ചൈന 1000 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നാണ്. നിർമ്മാണ മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി 166 ലക്ഷം കോടി രൂപയാണ് ചെലവഴിച്ചത്. ഉദാഹരണത്തിന് സർക്കാർ ബാങ്കുകൾ വ്യാവസായിക കമ്പനികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകിയിട്ടുണ്ട്. കടം വാങ്ങിയ കമ്പനികൾ വളം മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുപയോഗിക്കുന്ന ബാറ്ററികൾ വരെ നിർമ്മിച്ചു വിൽക്കുന്നു. ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ചൈന ചെയ്യുന്നത് ഒരു വ്യാവസായിക സുനാമിയാണെന്നാണ്. അവർക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് ചൈന പറഞ്ഞിട്ടുമുണ്ട്. അമേരിക്ക ചൈനയിൽ നിന്ന് ഏകദേശം 440 ബില്യൺ US ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഇത്രയും സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നില്ല. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി വർദ്ധിപ്പിക്കാനിടയാക്കി. ഈ വ്യാപാര കമ്മിയാണ് ട്രംപ് ആടിയുലയാൻ കാരണം. ഇതിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയാതെ അദ്ദേഹം ഇപ്പോൾ നികുതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ താരിഫ് അമേരിക്കൻ നിർമ്മാതാക്കളെ സംരക്ഷിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പക്ഷേ സത്യമെന്തെന്നാൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാതെ നികുതി ചുമത്തിയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. തീരുവകൾക്കെതിരെ ചൈനയും ചില ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ 84% വരെ തീരുവ ചുമത്തിയിട്ടുണ്ട്. 18 അമേരിക്കൻ കമ്പനികളെ നിരോധിച്ചു എന്നതും ശ്രദ്ധേയമാണ്.